ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 5 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 5 എണ്ണം വേണം. എന്നിട്ട് അത് നേരെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ 10 എണ്ണം കിട്ടും. അതുകൊണ്ടാണ് 5 എണ്ണം എടുക്കണം എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് 10 ഷീറ്റ് ഇതുപോലത്തത് വേണം. എല്ലാം ഒരേ അളവായിരിക്കണം. അതുകൊണ്ട് നമ്മൾ A4 ഷീറ്റ് എടുത്ത് നേരെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്താൽ നമുക്ക് ഒരുപോലെ തന്നെ കിട്ടും. ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്തു, ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തു. എന്നിട്ട് അതിങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ എല്ലാം തന്നെ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇതുപോലെ നമുക്ക് ആ 10 പേപ്പറും ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ 10 പേപ്പറും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 സൈഡിലാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തത്. അങ്ങനെ ഓരോന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും വീണ്ടും നമ്മൾ ഒട്ടിക്കണം. അപ്പോൾ ആദ്യം ഒരെണ്ണം എടുക്കാം. എന്നിട്ട് ഈ വീഡിയോ കാണിക്കുന്ന വിധം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏറ്റവും അടിയിലും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ സെൻറ്ററിലുമാണ് ചെയ്തെടുക്കേണ്ടത്. ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം മുകളിൽ തന്നെയാണ് വേണ്ടത്. എന്നിട്ടിങ്ങനെ ഒന്നിനുമേൽ ഒന്നായിട്ട് ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് ആ 10 എണ്ണം ഒട്ടിക്കുന്നത് വരെയും കണ്ടിന്യൂ ചെയ്യാം. വളരെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റാറാണിത്. അപ്പോൾ ഇങ്ങനെ വൈറ്റ് കളർ സ്റ്റാർ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കളർ പേപ്പർ എടുക്കാം. അപ്പോൾ ഒരുപോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റാറും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 10 എണ്ണവും ഇങ്ങനെ മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ അങ്ങനെ കംപ്ലീറ്റും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 10 എണ്ണം ഇങ്ങനെ മുകളിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെയാണ് കേട്ടോ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്യണം. ഒരു കോൺ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ 10 പേപ്പറും ഇങ്ങനെ മുകളിൽ വച്ചത് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് പേപ്പർ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അങ്ങനെ നമ്മളിങ്ങനെ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ആ 2 അറ്റവും തമ്മിൽ കൂട്ടി ഒട്ടിക്കണം. ഇതുപോലെ ആക്കിയെടുത്തിട്ട് ആ ലാസ്റ്റ് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന അറ്റം നമ്മൾ ഒന്നിക്കിൽ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുകയോ വേണം. അപ്പം ഞാനിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾ പഞ്ചർ എടുത്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുത്തു. ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പം നമുക്കിതിൻ്റെ ഫൈനലൊക്കെ കണ്ടാലോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പം 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റാറാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി വരും ദിവസങ്ങളിലൊക്കെ ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിരിക്കും. അപ്പം എന്തൊക്കെ ക്രാഫ്റ്റുകളാണ് വേണ്ടത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.